ഇപ്പോൾ തിരുവനന്തപുരം കൗൺസിലർ മൂന്നാം വട്ടവും തിരുവനന്തപുരം നഗരസഭയിലേക്ക് എത്തിയ ആശാനാഥ് ഒപ്പം ചേരുന്നുണ്ട്. ആശാനാഥ് ഒരു പക്ഷേ നമ്പർ 101 ആയി വന്നത്, പക്ഷേ ആ കൃത്യമായ ക്രമ നമ്പർ അതായിരിക്കില്ലെങ്കിലും പുതുതായി വന്ന ജനൻ ടി വിയുടെ ആസ്ഥാനം ഇരിക്കുന്ന ഇടത്തെ കൗൺസിലറാണ്. അന്ന് വിജയിച്ച് ഇവിടേക്ക് വന്നതുമാണ്. നോക്കൂ, എന്തുകൊണ്ടാണ് BJPയുടെ പ്രവർത്തനങ്ങളെ ഈ തലസ്ഥാന നഗരി ഏറ്റെടുത്തത്? ആശാനാഥ് തുടർച്ചയായി ജയിച്ചു വരുന്നു, ഇത്തവണയും വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുന്നു. വലിയ ടൈറ്റ് മത്സരമാണെന്നൊക്കെ ഞങ്ങളൊക്കെ ചായ കുടിക്കാനൊക്കെ പോകുമ്പോൾ പലരും പറയാറുണ്ട്, വലിയ ടൈറ്റ് മത്സരമാണ് ഇവിടെ നിന്ന്. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ അങ്ങനെയല്ല കണ്ടത്. ഇരിക്കുന്നത് വളരെയധികം ആത്മവിശ്വാസത്തോടു കൂടിയും വളരെയധികം അഭിമാനത്തോടു കൂടിയിട്ടുമാണ് ഞങ്ങൾ തിരുവനന്തപുരം നഗരസഭയിലെ ഓരോ ജനപ്രതിനിധികളും ഭാരതീയ ജനതാ പാർട്ടിയുടെ 50 ജനപ്രതിനിധികൾ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തതും ഇന്നിവിടെ വന്നിരിക്കുന്നത്. കാരണം തിരുവനന്തപുരം ജനത ആഗ്രഹിച്ച ഒരു മാറ്റം കൊണ്ടുവരാൻ ഞങ്ങളിലൂടെ സാധിക്കുമെന്ന് ഓരോ ജനങ്ങളും വിചാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഞങ്ങൾക്കിന്ന് 50 സീറ്റ് ഞങ്ങൾക്കിന്ന് കിട്ടിയതും ഞങ്ങൾ ഭരണത്തിൽ വരാനായിട്ട് പോകുന്നത്. ഞങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് ഓരോ വീടുകൾ കയറുമ്പോഴും ഓരോ ആളുകളും പറഞ്ഞത് ഞങ്ങൾക്കൊരു മാറ്റം വേണം. കാരണം എത്രയോ വർഷമായിട്ട് തിരുവനന്തപുരം നഗരസഭ ഭരിച്ച് മുടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ സർക്കാർ. കഴിഞ്ഞ 5 വർഷമെന്ന് പറയുമ്പോൾ പറയേണ്ട ആവശ്യമില്ല. കാരണം ഇത്രയും അഴിമതി നിറഞ്ഞൊരു ഭരണസമിതി നാളിതുവരെ തിരുവനന്തപുരം നഗരസഭയിൽ ഉണ്ടായിട്ടില്ല. ഇത്രയും അഹങ്കാരവും ധിക്കാരവും ധാർഷ്ട്യവും നിറഞ്ഞ ഒരു ഭരണസമിതി മേയർ നാളിതുവരെ തിരുവനന്തപുരം നഗരസഭയിൽ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഓരോ ജനങ്ങൾക്കും വ്യക്തമായിട്ട് അറിയാം. കാരണം തിരുവനന്തപുരം നഗരസഭയിൽ ഇനി എന്തെങ്കിലും നടക്കണമെങ്കിൽ, പുതുതായിട്ട് മാറ്റം കൊണ്ടുവരണമെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് സാധിക്കൂ എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഓരോ ജനങ്ങളും ഭാരതീയ ജനതാ പാർട്ടിക്ക് വേണ്ടി വോട്ട് ചെയ്ത് ഇത്രയും ജനപ്രതിനിധികളെ വിജയിപ്പിച്ചു കൊണ്ടുവന്നത്. കാരണം അവർക്കറിയാം, കാരണം നമ്മുടെ അയ്യപ്പനെ പോലും അയ്യപ്പൻ്റെ സ്വർണം പോലും കട്ടുമുടിച്ച ഒരു സർക്കാരാണ് ഇവിടെയുള്ളത്. അപ്പോൾ നമ്മുടെ വർഷങ്ങളായിട്ട് നമ്മൾ നൂറ്റാണ്ടുകളായിട്ട് അനുഷ്ഠിച്ചു വരുന്ന ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ഒന്നും തന്നെ സംരക്ഷിക്കാൻ സാധിക്കാത്തവർ, സത്യപ്രതിജ്ഞ ചൊല്ലുമ്പോൾ പോലും ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യാൻ സാധിക്കാത്തവർ, അപ്പോൾ അവരൊക്കെ നമ്മുടെ ആചാരത്തെയും അനുഷ്ഠാനത്തെയും സംരക്ഷിക്കുവാൻ പോലും സാധിക്കാത്ത ആളുകളൊക്കെ തന്നെ നമ്മുടെ ഈ അയ്യപ്പനെ കട്ടതുപോലെ തന്നെ ഇനിയും ജനങ്ങളുടെ ഇപ്പോൾ തന്നെ കട്ടുമുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയും കട്ടുമുടിക്കുമെന്നുള്ള യാതൊരു സംശയവുമില്ല. അത് ജനങ്ങൾക്ക് വ്യക്തമായിട്ട് ബോധ്യമുള്ളത് തന്നെയാണ്. അതുപോലെ തന്നെ തിരുവനന്തപുരം നഗരസഭയിൽ നടന്നിട്ടുള്ള അഴിമതികളും ഒക്കെ തന്നെ ഓരോ ജനങ്ങൾക്കും കാണാപ്പാടം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് തിരുവനന്തപുരം നഗരത്തിലെ ജനങ്ങളൊക്കെ തന്നെ ഒറ്റക്കെട്ടായി ഭാരതീയ ജനതാ പാർട്ടി ഭരണത്തിൽ വരണം, ഭാരതീയ ജനതാ പാർട്ടി ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ നാളിതുവരെ തിരുവനന്തപുരം നഗരം കണ്ടിട്ടില്ലാത്ത മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുമെന്നതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടി ഇന്ന് ഇത്രയും മുന്നേറ്റത്തോടു കൂടി തിരുവനന്തപുരം നഗരസഭയിൽ ഭരണത്തിൽ വന്നത്.